മലപ്പുറം വിഭജിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല മറ്റു സാമൂഹ്യ സന്നദ്ധ സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് യഥാർത്ഥ കാരണവും നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമാണ്. മലപ്പുറം ജില്ലയിൽ 47 ലക്ഷം ആളുകളുണ്ട് എന്ന ഇപ്പോൾ പറയുന്ന കണക്ക് 2011 കാനേഷുമാരി കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിലുള്ളത് 41 ലക്ഷത്തിലധികം ആളുകളാണ്, 42 ലക്ഷത്തോളം ആളുകളാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ ജില്ല അത് മലപ്പുറമാണ്, വിസ്തൃതി കൊണ്ട് പാലക്കാടുമാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യേണ്ടതുണ്ട്. വിസ്തൃതിയുള്ള സ്ഥലത്താണ് ജനസംഖ്യ കൂടുതൽ, അവിടെ അത് ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊക്കെ കേൾക്കാം ആ തരത്തിൽ. എന്നാൽ വിസ്തൃതി കൊണ്ട് കൂടുതലുള്ള പാലക്കാടും, എന്നാൽ ജനസംഖ്യ കൊണ്ട് കൂടുതലുള്ളത് മലപ്പുറവുമാണ്. ജില്ലയുടെ വിഭജനം അല്ലെങ്കിൽ ഈ ജില്ലാ തലത്തിലാണെങ്കിലും പഞ്ചായത്ത്, വില്ലേജ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ വിഭജിക്കുന്നത് അത് വികസനത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ന് നമുക്കറിയാം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ 4 ജില്ലകളാണ്. പിന്നീട് 57 തന്നെ മറ്റു ജില്ലകൾ രൂപീകരിക്കപ്പെട്ടു. മലബാർ 3 ജില്ലകളാക്കി മാറ്റി. അതിനുശേഷം 57 തന്നെ 9ാമത്തെ ജില്ലയായിക്കൊണ്ട് എറണാകുളം ജില്ല. നമ്മൾ അറിയേണ്ടത് പിന്നീട് ജില്ലയുണ്ടാകുന്നത് 56 കേരളം ഉണ്ടാകുന്നു, 57 തന്നെ 9 ജില്ലകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ജില്ലയുണ്ടാകുന്നത് മലപ്പുറം ജില്ലയുണ്ടാകുന്നത് 1969 10 വർഷം കഴിഞ്ഞിട്ട്. അവിടെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി, മലപ്പുറം ജില്ല വിരുദ്ധ സേനകളുണ്ടായി. അന്ന് ജനസംഘമാണ് അതിനെ ശക്തമായി എതിർത്തത്. കോൺഗ്രസും പുതിയ ജില്ല വരുന്നതിനെതിരായി എതിർപ്പുണ്ടായി. CPM തന്നെ ഒരു വിഭാഗം അതിനെ എതിർക്കുകയുണ്ടായി. എന്നാൽ ആ എതിർപ്പുകളൊക്കെ തന്നെ അതിജീവിച്ചിട്ടാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടത്. അതിന് 10 വർഷം എടുക്കുകയും ചെയ്തു. ആ മലപ്പുറത്തോടുള്ള ചിറ്റമ്മ നയം. പിന്നീട് 4 ജില്ലകൾ പിന്നെയും ഉണ്ടായി. 1984 അവസാനത്തെ ജില്ല, 14ാമത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയുണ്ടാകുന്നത്. എത്ര വർഷമായി? 84 ശേഷം 2026 നിൽക്കുമ്പോൾ ഇന്ന് വരെ മറ്റൊരു ജില്ല, 15ാമത്തെ ജില്ല രൂപീകരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്? ഇനിയൊരു ജില്ലയുടെ നേരത്തെ മലപ്പുറത്തോടുള്ള ആ നിലപാട് തന്നെ ഇപ്പോഴും പലരും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. മലപ്പുറം ജില്ല വിഭജിച്ചിട്ട് മറ്റൊരു ജില്ലയാകുകയാണ് ചെയ്യാനുള്ളത്. ഇനി വികസനത്തിന് ചെയ്യേണ്ട കാര്യം അതാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അത് നടപ്പാക്കപ്പെടാത്തത്. അതിനു വേണ്ടിയുള്ള സമരങ്ങളൊക്കെ തന്നെ സർക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക്, അടിസ്ഥാന വിഭാഗങ്ങളിലേക്ക് സൗകര്യങ്ങൾ, ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിലേക്ക് ജില്ല വിഭജിക്കൽ അത്യാവശ്യമാണ്. കൃത്യമായി അതിന്റെ ഒരു പ്ലാനും നേരത്തെ തന്നെ SDPI മുന്നോട്ട് വെച്ചതാണ്. ഇന്ന് ഉള്ള താലൂക്കുകൾ 7 താലൂക്കുകളിൽ മലപ്പുറവും അല്ലെങ്കിൽ ഏറനാട്, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ, ഈ 4 താലൂക്കുകൾ ചേർന്നുകൊണ്ട് മലപ്പുറത്തെ നിലനിർത്തണം. അപ്പുറത്തുള്ള തിരൂരും തിരുവങ്ങാടിയും പൊന്നാനി ചേർത്തുകൊണ്ട് തിരൂർ ആസ്ഥാനമാക്കി ഒരു ജില്ല ഉണ്ടാക്കുക എന്ന് വളരെ കൃത്യമായ ജനസംഖ്യ ആനുപാതികം എടുത്തു നോക്കുമ്പോൾ ഒരു ജില്ല ഇപ്പോൾ നിലവിലുള്ള ജില്ലയെക്കാളും എന്നാലും ഈ 2 ജില്ലകളിലും ജനങ്ങളുണ്ടാവും. ജനങ്ങൾക്ക് ആവശ്യങ്ങളും സൗകര്യങ്ങളും ലഭ്യമാകണമെങ്കിൽ ജനസംഖ്യാനുപാതികമായി തന്നെ സൗകര്യങ്ങൾ ലഭിക്കണം. അത് ജില്ലകളായി നിൽക്കുമ്പോഴേ ജില്ലകൾക്കാണ് ഈ സൗകര്യങ്ങൾ നൽകുന്നത് എന്നുള്ളത് കൊണ്ട് അത് നൽകേണ്ടതുണ്ട് എന്നാണ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.